നമ്മളിപ്പോൾ പുനലൂർ മണ്ഡലത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്തിൽ ഇടമൺ റെയിൽവേ സ്റ്റേഷന് തൊട്ട് സമീപമുള്ള ഒരു UT അണ്ടർ ടണലിന്റെ ചുവട്ടിലാണ്. റെയിൽവേയുടെ അണ്ടർ ടണലിന്റെ ചുവട്ടിലാണ്. ഇവിടെ പ്രദേശവാസികൾ ഈ ടണലുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. നിർമ്മാണത്തിലെ അപാകതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ആദ്യമായി മദ്രാസ് കൊല്ലം മീറ്റർ ഗേജ് റെയിൽവേ ആരംഭിക്കുന്നത് ഈ റൂട്ടാണ്. എന്നാൽ ഇത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതിന് ബ്രോഡ് ഗേജിന്റെ പണി വന്നപ്പോൾ വർഷങ്ങളോളം ഇത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ട് ഇവിടെ റെയിൽവേ ഓട്ടമില്ലാതെ ആളുകൾ വളരെ ബുദ്ധിമുട്ടി വിഷമിച്ച് പ്രയാസപ്പെട്ട് വർഷങ്ങൾ അതിനുശേഷം വളരെ ഗൗരവത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ ആലോചിച്ച് എന്തായിരുന്നാലും ഇവിടെ വർക്ക് ആരംഭിച്ചപ്പോൾ ബ്രോഡ് ഗേജ് ആണല്ലോ, റെയിൽവേയുടെ വർക്കുമാണല്ലോ, അത് വളരെ ഗൗരവതരമായി അതിന്റെ ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യുകയും അത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഈടോടുകൂടി അത് ശക്തിയോടുകൂടി അത് നിർമ്മാണം പൂർത്തിയാക്കും എന്നൊക്കെയാണ് നാട്ടുകാരായ ഞങ്ങളും പലരും വിശ്വസിച്ചത്. എന്നാൽ നമ്മുടെ ഈ റെയിൽവേയിൽ അതിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് അനവധി അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ട്രെയിൻ ഓടി ഒരു 7-8 വർഷം കഴിയുമ്പോഴാണ് ബോധ്യമാകുന്നത്. ഞാൻ ഒരു ഇടയ്ക്ക് ചോദിക്കുന്നത്, ഇത് നമ്മൾ രണ്ട് റീച്ച് ആയിട്ടാണ് ഇതിന്റെ നിർമ്മാണം. ഒരു മധുര ഡിവിഷനും തിരുവനന്തപുരം ഡിവിഷനും. തിരുവനന്തപുരം ഡിവിഷനിൽ ഈ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് നമ്മൾ ഇത് അന്വേഷിച്ചപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. മധുര ഡിവിഷനിലാണ് ഈ വിഷയം വന്നത്. അപ്പോൾ ഇതിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് മുതൽ പാഴ്ച വന്നിട്ടുണ്ടല്ലോ. അത് 100% ശരിയാണ്. കാരണം നമ്മളെ ഇടമൺ റെയിൽവേ സ്റ്റേഷന് അല്പം പടിഞ്ഞാറോട്ട് മാറിയാൽ അത് തിരുവനന്തപുരം ഡിവിഷനാണ്. അവിടെ അന്നുണ്ടായിരുന്ന ഒരു ശശികുമാർ എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യഥാർത്ഥത്തിൽ ഈ റെഡിമെയ്ഡ് മിക്സ് എല്ലാം അദ്ദേഹം നേരിട്ട് പ്ലാന്റിൽ പോയി നേരിട്ട് ബോധ്യപ്പെട്ട് വാങ്ങിക്കൊണ്ട് വന്നാണ് നമ്മളെ കലനാട് പാലം, അതിനെ തൊട്ടടുത്തുള്ള പാലങ്ങൾ, നമ്മളെ മേപ്പാലം തുടങ്ങിയ പാലങ്ങൾ നിർമ്മിച്ചത്. ആ പാലങ്ങളും ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ പാലവും നമ്മൾ പരിശോധിച്ചാൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഇവിടെ ആർക്കോ ഏതോ ഒരു വടക്ക് ആന്ധ്രയിൽ നിന്നാണ്ട് ഒരു കോട്ടറെഡ്ഡിയോ ഏതോ റെഡ്ഡിയോ റെയിൽവേ ജീവനക്കാരായിരുന്നു അദ്ദേഹം. റെയിൽവേയിൽ പെൻഷൻ പറ്റി കരാർ ജോലി എടുത്തിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ വന്ന് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്വാധീനിച്ച് ആ ഉദ്യോഗസ്ഥന്മാരെക്കെതിരായിട്ട് വർത്തമാനം പറയാത്ത സാഹചര്യത്തിൽ അയാളെ തുരുമ്പിച്ച കമ്പി കൊണ്ടിട്ട് തമിഴ്നാട്ടിൽ എവിടെന്നോ അതിന്റെ കോൺക്രീറ്റ് മിക്സ് കൊണ്ടുവന്ന ആ മിക്സ് ഇവിടെ വരുന്നതിന് തന്നെ ഒരു ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ ആ മിക്സ് എത്തി അത് കോൺക്രീറ്റിലേക്ക് പോയില്ല എങ്കിൽ അതിന്റെ ഈട് ഉറപ്പ് നശിക്കപ്പെടും. അത്തരത്തിൽ തമിഴ്നാട്ടിൽ എവിടെന്നോ അത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ മിക്സ് ഇട്ടൊക്കെ ഉണ്ടാക്കിയ പാലമാണിത്. ഇത് നമ്മളെ 708 തോന്നുന്നു, 708 തോന്നുന്നു. 708 708/31/32 ഇതിൽ അതിൽപ്പെട്ട ഈ ദൂരം നമ്മൾ ചെന്നൈയിൽ നിന്ന് ഈ വരുന്ന റെയിൽവേ ഇത് ദൂരമാണല്ലോ. ചെന്നൈയിൽ നിന്ന് 708 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ അപകടാവസ്ഥയിലുള്ള പാലം. അപ്പൊ ഈ പാലം എന്ന് പറഞ്ഞാൽ 31 ലൊക്കേഷൻ 31, 32 ബിറ്റിന്റെ നടുവിലായിട്ട് വരും ഈ പാലം. ഈ പാലത്തിന്റെ ചോർച്ച എന്ന് പറഞ്ഞാൽ അത്യന്തം ഗുരുതരമാണ്. 8 വർഷമായപ്പോൾ തന്നെ കഴിഞ്ഞ ബ്രിട്ടീഷുകാരെ നിർമ്മിച്ച പാലങ്ങളും കലങ്ങളും ഇടിച്ചു പൊളിക്കുന്നതിന് വേണ്ടി കോൺട്രാക്ടർ ഉപയോഗിച്ച ഹിറ്റാച്ചിയുടെ എല്ലാം പല്ലൊടിഞ്ഞിട്ടുണ്ട്. അത്ര സ്ട്രോങ് ആയിരുന്നു. നൂറ്റാണ്ടുകളായി 10, 100, 120 വർഷം അന്ന് അവർ ചെയ്ത കൺസ്ട്രക്ഷൻ ഇവിടെ നിലനിന്നിരുന്നു. അവിടെയാണത് പൊളിച്ചു മാറ്റിയതിനു ശേഷം ഇതുണ്ടാക്കി. 7ാമത്തെ വർഷം ഇത് തുരുമ്പിച്ച് ലീക്കായി അത് വരിക എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ കൂടെ ഓടുന്ന ലോറിയോ ബസ്സോ ഒന്നുമല്ല, 100 കണക്കിന് ലോറികളും ബസ്സുകളും അടങ്ങുന്ന ട്രെയിനാണ്. ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടാണ് ആ ട്രെയിൻ ഇതുവഴി പാഞ്ഞു പോകുന്നത്. 2 ഇഞ്ചിനാണ് ഫ്രണ്ടിലും ബാക്കിലും ഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അപകടം ഉണ്ടാവാനുള്ള സാധ്യത, ആയിരക്കണക്കിന് ആളുകളുടെ ജീവഹാനി പോലും സംഭവിക്കാവുന്ന അതിഗുരുതരമായ ഒരു കുഴപ്പമാണ് ഈ വർക്കിലൂടെ റെയിൽവേ ഉണ്ടാക്കിയിരിക്കുന്നത്. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിൽ ഇടമൺ മുതൽ ആര്യങ്കാവ് വരെയുള്ള ഭാഗങ്ങൾ തീർത്തും മലനിരകളിലൂടെ പോകുന്ന ഒരു പാതയാണ്. മലനിരകളിലൂടെ ചൂളം വിളിച്ചു പോകുന്ന വണ്ടി എന്നും ടൂറിസ്റ്റുകൾക്ക് ഒരു ഹരമാണ്. അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികൾ ഈ പാതയിലൂടെ യാത്ര ചെയ്യാറുണ്ട്. ഈ പാത ഇത്തരത്തിൽ ശോചനീയമായ സ്ഥിതിയിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഈ റെയിൽവേയുടെ സഞ്ചാരം നിർത്തിവെച്ച് പാലം നിർമ്മിക്കേണ്ട ഘട്ടം വരെ വരും. എടുത്തു പറയാൻ കാരണം മധുര ഡിവിഷനിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇടമൺ സ്റ്റേഷനിൽ നിന്നാണ്. അതിൻ്റെ തുടക്കത്തിലാണ് ഈ പാകപ്പിഴ കണ്ടെത്തിയത്. തുടർന്ന് അങ്ങോട്ടുള്ള പാലങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താകും സ്ഥിതി എന്ന് നമുക്ക് കണ്ടറിയേണ്ട സ്ഥിതിയാണ്. ഈ നിർമ്മാണത്തിലെ അപാകത നേരിട്ട് പരിശോധിച്ചപ്പോൾ
നമുക്ക് എത്രത്തോളം ഭീകരമാണെന്നാണ് മനസ്സിലാവുന്നത്? ഇത് വലിയ ഭീകരമായ അവസ്ഥയാണ്. ഇത് നിസ്സാര അപകടമല്ല ഉണ്ടാകാൻ പോകുന്നത്. ഇതൊരു വലിയ ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതുവഴി നിരവധി ട്രെയിനുകളാണ് കൊല്ലത്ത് മുതൽ ഇടമണ്ണെത്തി, ഇടമൺ വഴി ചെങ്കോട്ടയിലെത്തി, ചെങ്കോട്ടയിൽ നിന്ന് ചെന്നൈ എഗ്മോർ വരെ പോകുന്നത്. ഇത്തരത്തിൽ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത പാതയാണ്. ടൂറിസം മേഖലയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതും അതോടൊപ്പം ചെന്നൈയിൽ എത്തിച്ചേരാൻ 4 മണിക്കൂർ ലാഭമുണ്ട് മറ്റ് യാത്രകളേക്കാൾ എന്നുള്ളത് കൊണ്ടും ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന പാതയാണ് ഈ പാത. ഇതിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ പലരോടും പറയുമ്പോൾ റെയിൽവേയുടെ പണിയെക്കുറിച്ച് എല്ലാവർക്കും വലിയ മതിപ്പായിരുന്നു. സ്ട്രോങ് വർക്കാണ്, പെർഫെക്റ്റ് വർക്കാണെന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വളരെ കുറച്ച് നാളെ ആയിട്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ട്, എന്നിട്ട് ഇപ്പോൾ തന്നെ ഈ പാതയുടെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള അടിപ്പാതകളിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്, വലിയ ലീക്ക്, അതോടൊപ്പം അത് ഇടിഞ്ഞു താഴുന്ന സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ തുടർന്നാൽ ഇത് വലിയൊരു ദുരന്തം നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിൽ നിർമ്മാണ പ്രവർത്തനത്തിലുണ്ടായ അശാസ്ത്രീയത പരിശോധിക്കുകയും ആ നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയത ബോധ്യപ്പെടുന്ന സ്ഥിതിക്ക് അതിൽ ഇത് ബലപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കുകയുമാണ് അടിയന്തരമായി വേണ്ടത്. നേരിട്ട് നമ്മൾ ഈ പാലത്തിന്റെ അടിവശം പരിശോധിച്ചപ്പോൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയ കാണാൻ സാധിച്ച പാകപ്പിഴകൾ എന്തൊക്കെയാണ്? ഇത് ഈ അടി പരിശോധിക്കുമ്പോൾ ഇതുവഴി അപ്പുറത്ത് ഒരുപാട് 400-ലധികം കുടുംബങ്ങളുണ്ട്. ഇതിൽ ഇവർ കാൽനട യാത്രയ്ക്കും അല്ലാതെ വാഹനയാത്രയ്ക്കും ഉപയോഗിക്കുന്ന അടിപ്പാതയാണ്. ഇതിലൂടെ വിള്ളലുകളുണ്ട്, കൃത്യമായ വിള്ളലുകൾ. അതിലൊക്കെ ലീക്ക്, മുകളിൽ നിന്നും തുരുമ്പ്, ഈ കമ്പി തുരുമ്പായിട്ട് അതിലൂടെ ലീക്കിലെ കമ്പിയുടെ തുരുമ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ചില ഭാഗങ്ങൾ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ പോകുന്ന വണ്ടികളുടെയും യാത്രക്കാരുടെയും തലയിൽ ഈ ഭാഗങ്ങൾ അടർന്നു വീണാൽ അങ്ങനെയും അപകടം സംഭവിക്കാം. അതോടൊപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ അശാസ്ത്രീയത ബോധ്യപ്പെടുന്ന തരത്തിൽ ഇടിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഈ പാലം നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ ഇതിൽ ചില പാകപ്പിഴകൾ പൊതുപ്രവർത്തകരും പ്രദേശവാസികളും എല്ലാം അധികൃതരെ ചൂണ്ടിക്കാണിച്ചു എന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ എന്നിട്ടും ഇതിൽ വേണ്ട വിധത്തിലുള്ളൊരു പരിശോധന നടത്തിയില്ലെങ്കിൽ അത് ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള പൂർണ്ണമായും കൂട്ടുചേർന്നുള്ള ഒരു അഴിമതി എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? തീർച്ചയായും ഇത് ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്നുള്ള ഒരു അഴിമതിയും ക്രമക്കേടുമാണ് നടന്നിട്ടുള്ളത്. ഇവിടെ ഈ റെയിൽവേയുടെ വർക്ക് നടക്കുമ്പോൾ ഈ പ്രദേശത്ത് ഇതുപോലുള്ള അപാകതകളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള മറുപടികളായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. ഇവിടെ ഈ റെയിൽവേയുടെ വർക്ക് ഏറ്റെടുക്കുന്നത് ഉന്നത ഉദ്യോഗത്തിൽ നിന്നും റിട്ടയർഡായ റെയിൽവേ ഉദ്യോഗസ്ഥരാണ് ഈ കരാറുകൾ മിക്കവാറും എല്ലാം എടുക്കുന്നത്. അവരെടുക്കുന്ന കരാറുകൾ എടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ അഴിമതി നടത്താനുള്ള മാർഗം അവർക്കറിയാം. അങ്ങനെ അഴിമതി നടത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇപ്പോൾ റെയിൽവേയുടെ വർക്കുകളൊക്കെ കാണുന്നത്. അവരെടുക്കുകയും അത് സബ് കോൺട്രാക്ട് കൊടുക്കുകയും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിൽ, അവർക്ക് ഒരു മേൽനോട്ടവും ഇല്ലാത്ത രീതിയിലാണ് ഇത്തരത്തിൽ ഈ വർക്കുകളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പാതകളൊക്കെ നവീകരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റും റെയിൽവേയും തീരുമാനിക്കേണ്ടത് ഈ ഉദ്യോഗത്തിൽ നിന്നും റിട്ടയർഡായ ഉദ്യോഗസ്ഥർക്ക് കരാർ നൽകാതിരിക്കാനും ഉചിതമായ ആളുകളെ കണ്ടുപിടിച്ച് കരാർ ഏൽപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ അതിന് പരിശോധിക്കാൻ ഒരു ടീമിനെ തന്നെ നിയോഗിക്കണം. അങ്ങനെ പരിശോധിച്ച് അപാകത ഉള്ള സ്ഥിതിക്ക്, ഇങ്ങനെയുള്ള അപാകതകൾ കാണുന്ന സ്ഥിതിക്ക് അത് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയും അതോടൊപ്പം ഇതിന് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയ കരാറുകാർക്കെതിരെയും ഉചിതമായ നിയമ നടപടി സ്വീകരിക്കാനും തയ്യാറാകണം. നമ്മുടെ ഈ പാലത്തിൽ സാധാരണ നല്ലൊരു കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കമ്പി പൊട്ടി ഒലിച്ച് വരാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും അങ്ങനെ വരത്തില്ല. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റിൻ്റെ അപാകത തന്നെയാണ്. ഈ റെയിൽവേ എല്ലാം കോൺക്രീറ്റ്, എനിക്ക് റെഡിമിക്സ് പ്ലാന്റ് ഉണ്ടായിരുന്നു മാവേലിക്കരയിൽ. റെഡിമിക്സ് പ്ലാന്റ് ഉണ്ടായിരുന്നു മാവേലിക്കര എൻ്റെ കോൺക്രീറ്റ് മിക്സ് ഞാൻ നടത്തുന്ന ആ കാലഘട്ടത്തിലാണ് ഈ റെയിൽവേയുടെ പണി നടക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ റെയിൽവേക്ക് ഒരുപാട് ബ്രിഡ്ജസിനെല്ലാം ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചങ്ങനൊരു ഡബിൾ ലൈൻ വന്നപ്പോൾ ആ ബ്രിഡ്ജിന് കൊടുത്തു. ഈ ലൈനിൽ തന്നെ പുനലൂർ ബ്രിഡ്ജ്, പിന്നെ മേപ്പാലം തുടങ്ങിയ പല ബ്രിഡ്ജുകൾക്കും ഞങ്ങളുടെ കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് M20 ഗ്രേഡ് അല്ലെങ്കിൽ M40 ഗ്രേഡ് എന്ന് പറയുന്ന കോൺക്രീറ്റാണ് റെയിൽവേ ഉപയോഗിക്കുന്നത്. ക്വാളിറ്റിയിൽ കൂടുതലുള്ളത്. അതിന് സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. M40 ആണ് റെയിൽവേ കംപ്ലീറ്റ് ബ്രിഡ്ജസിന് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് പരിശോധിക്കാനും ഇത് കറക്റ്റാണോ എന്നറിയാനും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പ്ലാന്റിൽ വന്നിരിക്കുകയും അതിനൊരു ക്യൂബ് ടെസ്റ്റെല്ലാം നടത്തി കൊണ്ടുവന്ന് അത് ഇടുകയും ശേഷമാണ് ഇവിടെ വരുന്നത്. അതിന് ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അത് നിശ്ചിതമായിട്ട് 2 മണിക്കൂറിനകത്ത് ഇത് പോറിങ് ക്ലോസ് ചെയ്തിരിക്കണം, എങ്കിലേ ഇതിന് സ്ട്രെങ്ത് കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് എവിടെ നിന്ന് കോൺക്രീറ്റ് കൊണ്ടുവന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് പരിശോധിക്കാൻ ഇത് വളരെ മോശമാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള കോൺക്രീറ്റുകളെല്ലാം വളരെ നല്ലതായിട്ടിരിക്കുന്നു. അത് 100 വർഷം വരെ നിൽക്കും. ഇപ്പം തന്നെ നമുക്ക്
മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെട്രോ റെയിൽവേ ചെയ്തിരിക്കുന്നു. കൊച്ചിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മെട്രോയുടെ ഒരു പില്ലർ നോക്കിയാലും ഈ കോൺക്രീറ്റ് നോക്കിയാലും വളരെ അജഗജാന്തര വ്യത്യാസമുണ്ട്. അല്ല, ഇതിനകത്ത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ ഒരു ക്വാളിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഇല്ലായ്മ 100% ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നിറയെ ഹണികോംസ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ധാരണ. മനസ്സിലാവുന്ന രീതിയിലെന്ന് പറഞ്ഞാൽ ഹണികോംസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മിക്സ് ഇട്ടതിന് ശേഷം അതിന് ഇടയ്ക്കുള്ള ഗ്യാപ്പുകൾ കറക്റ്റ് ഫില്ലിംഗ് ആയിരിക്കത്തില്ല. അത് സിമെൻറ്റിൻ്റെ പോരായ്മ ഉണ്ടാവും. സിമെൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹണികോംസ് വരാം. ഇത് പരിശോധിക്കണമെങ്കിൽ ഇതിനെ കോർ കട്ടിംഗ് എന്ന് പറയും. ഒരു പല തരത്തിലുള്ള ഇതുണ്ട്. ഇപ്പോൾ ഇനിയും നോക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോർ കട്ടിങ് വെച്ചിട്ട് കോർ കട്ട് ചെയ്തൊരു സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം കോൺക്രീറ്റ് ലാബിൽ കൊടുത്തിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിന് എന്ത് സ്ട്രെങ്ത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് നിറയെ ഹണികോമ്പുണ്ട്. ക്വാളിറ്റി M14 ഇല്ല. M40 അല്ല, സോറി 40. നമ്മളെ സാധാരണ ഒരു വീടിൻ്റെ സ്ലാബ് ഇടുന്നത് M20 ആണ്, ഗ്രേഡാണ്. M20 ഗ്രേഡ് 25 ആണ്. പക്ഷേ നേരെ മറിച്ച് റെയിൽവേക്ക് എന്ന് പറഞ്ഞാൽ M40 ഗ്രേഡാണ് ഉപയോഗിക്കുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെ ഇതിനകത്ത് ആ ക്വാളിറ്റിക്ക് വ്യത്യാസമുള്ളതാണിട്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബലക്ഷയം ഉണ്ടാകും. ഈ നിരവധി ട്രെയിനുകളാണ്, ചെന്നൈ ഉൾപ്പെടെ പോകുന്ന നിരവധി ട്രെയിനുകളാണ് ടൺ കണക്കിന്, ആയിരക്കണക്കിന് ടൺ ഭാരമായിട്ട് പോകുന്നത്. ഭാവിയിൽ ഇതൊരു ദോഷമായി വരില്ലേ ഈ പാലം? ദോഷമായി വരാൻ 100% സാധ്യതയുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 100% സാധ്യതയുണ്ട്. ഇത് നല്ല സ്ട്രക്ചറൽ എഞ്ചിനീയർമാർ പരിശോധിച്ച് ഇത് വളരെ അടിയന്തരമായി തന്നെ ഇതിന് മാറ്റം വരുത്തി ഇത് കറക്റ്റ് ചെയ്തെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, നമ്മൾ ശാസ്ത്രീയമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. കാരണം അത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. കാര്യം ഇതിനകത്ത് അശാസ്ത്രീയത എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വേണേൽ ആധികാരികമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കോൺക്രീറ്റിനകത്തൂടെ ചോർച്ചയുണ്ടെന്ന് പറയുമ്പോൾ അതിനകത്തുള്ള കമ്പികളെല്ലാം നനഞ്ഞ് തുരുമ്പായി ആ തുരുമ്പിൻ്റെ അംശമാണ് താഴോട്ട് ഒലിച്ചിറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ കമ്പി അവിടെ വെച്ച് അടന്ന് കോൺക്രീറ്റ് ആദ്യം വീഴും. പിന്നെ കമ്പിയെല്ലാം നമുക്ക് വെളിയിൽ തെളിഞ്ഞ് കാണാൻ പറ്റും. പര്യാപ്തമായ പാക്കിങ് കവറിങ് തന്നെ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. ഭാവിയിൽ ഒരു ദുരന്തം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പ്രദേശവാസികളുടെ ആശങ്കകൾ മനസ്സിലാക്കി ന്യൂസ് 18 സംഘം ഇവിടെ എത്തുകയും ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായി ഈ കഠിന ശ്രമം നടത്തുകയും ചെയ്യുന്നത്. പ്രദേശവാസികളുടെ ആശങ്കകൾ അടിയന്തരമായി പരിഹരിക്കേണ്ട ആവശ്യകത അത്യാവശ്യമാണ്. ഈ പാലത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ സമീപഭാവിയിൽ എന്തായിത്തീരും? ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 8 വർഷം മുമ്പ് പൂർത്തീകരിച്ചതായ ഈ പാലം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇടമൺ പ്രദേശത്തുള്ള ഇടമൺ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ നാട്ടുകാരനാണ്, ഈ ജനിച്ചു വളർന്ന ആളാണ്. ഏതാണ്ട് 400-ൽ പരം വീടുകൾ ഈ പാലത്തിൻ്റെ വലതുവശത്ത് താമസിക്കും. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഇവിടെ ഒരു പാലമൊക്കെ അനുവദിക്കുമെന്നാണ്. അനുവദിച്ചില്ല. ഇത് തന്നെ ഒരു ചെറിയ പാലം, ഒരു വാഹനത്തിന് കഷ്ടിച്ച് കടന്നു പോകാവുന്ന ഒരു പാലമാണ്. ഇതിൽ നിന്ന് എല്ലാ സമയത്തും ഞങ്ങൾ വാഹനത്തിൽ പോകുമ്പോൾ വെള്ളം വീഴുന്ന കാണാം. പക്ഷെ ഒരു മെനഞ്ഞാന്ന് ചെയ്ത ഒരു ചാറ്റ മഴയ്ക്ക് തുള്ളിക്കൊരുകുടം പേമാരി എന്ന് പറഞ്ഞ പോലെയാണ് വെള്ളം വീഴുന്നത്. തുരുമ്പ് വെള്ളമാണ്. അപ്പോഴാണ് ഇതിനെപ്പറ്റി ശ്രദ്ധിക്കാനായിട്ട് ഇട നൽകുന്നത്. റെയിൽവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണം. ഇവിടെ പല ആളുകൾ സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്വമില്ലാത്ത കോൺട്രാക്ടറും അതുപോലെ തന്നെ കൃത്യമായ ചെക്കിങ്ങും പരിശോധനകളും ഇല്ലാതെയുള്ള കോൺക്രീറ്റ് വർക്കുകളും ഒക്കെ നടത്തി ഇത് ആർക്കാനും വേണ്ടി ഈ നാട്ടിലെ ഒരു മോശമായൊരു പ്രവർത്തനമാണ് റെയിൽവേ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിന് പോലും അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് പോലും മാനക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള വളരെ മോശമായ പ്രവൃത്തി. സാധാരണ ഇന്ത്യൻ റെയിൽവേയുടെ നിർമ്മാണത്തിൽ ഇത്തരം ഭാഗങ്ങൾ വളരെ ശക്തമായ പരിശോധനയൊക്കെ നടക്കാറുണ്ടല്ലോ. ഈ ഒരു മേഖലയിൽ മാത്രം അത്തരത്തിലൊരു പരിശോധനകൾ ഉണ്ടായിട്ട് കാണുന്നില്ല. ഈ മേഖലയിൽ മുൻപ് പല ആളുകൾ സൂചിപ്പിച്ചതുപോലെ ഇത് റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ കോൺട്രാക്ട് എടുത്തത്. അദ്ദേഹത്തിന്റെ കീഴിൽ പണിഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിൽ റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആളില്ലാത്ത തരം ഈ പ്രവൃത്തി എന്തോ രീതിയായി തീരുകയാണ്. ഈ നാട്ടിലെ പ്രദേശവാസികളാണ് ഇതുമൂലമുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അടിയന്തരമായി ഇന്ത്യൻ റെയിൽവേ വിഷയത്തിൽ ഇടപെടുകയും ഈ പാലയം പുതുക്കി പണിയുന്നതിനോ അല്ലെങ്കിൽ ഇത് ബലപ്പെടുത്തുന്നതിനോ ഇതിന്റെ യഥാർത്ഥ സത്യസ്ഥിതി എന്തെന്ന് മനസ്സിലാക്കുന്നതിനോ അടിയന്തരമായ ശ്രദ്ധ പതിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച ഇടമൺ റെയിൽവേ സ്റ്റേഷന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പുനലൂർ ചെങ്കോട്ട പാതയിൽ ഇടമൺ റെയിൽവേ സ്റ്റേഷൻ മുതലാണ്
റെയിൽവേ ലൈനിൽ കയറ്റമുള്ള ഭാഗങ്ങൾ ആരംഭിക്കുന്നത്. ആര്യങ്കാവ് വരെ ചുരങ്ങളൊക്കെ കടന്ന് ആര്യങ്കാവ് വരെ പോകുമ്പോഴത്തേക്കിനും പൊതുവെ റെയിൽവേക്ക് കയറ്റമുള്ള സ്ഥലമാണ്. അത് ഇന്ത്യയിലെ തന്നെ അപൂർവം ചില റെയിൽ പാളങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ 2 ഇഞ്ചൻ ഘടിപ്പിച്ചാണ് ഇതുവഴി ട്രെയിൻ യാത്ര ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ട്രെയിൻ പോകുന്നതിനേക്കാളും ഭാരക്കൂടുതലും അനുഭവപ്പെടുന്നുണ്ട്. ആ ഭാരക്കൂടുതൽ ഉള്ള വണ്ടികൾ ഉൾപ്പെടെ നിരവധി വണ്ടികൾ ഉൾപ്പെടെ ഈ ബലക്ഷയമുള്ള പ്രദേശവാസികൾ ആശങ്കയോടെ ചൂണ്ടിക്കാണിച്ച ഈ ബലക്ഷയമുള്ള പാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 120 വർഷം പഴക്കമുള്ള ആ, മീറ്റർ ഗേജ് പാതയായിരുന്നു ഇതിലെ പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്ത് 120 വർഷം പഴക്കമുള്ള ഒരു ചെറിയ കലങ്ങായിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് ഏകദേശം 350ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമായതിൻ്റെ പേരിൽ മീറ്റർ ഗേജിൻ്റെ പണി ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ചുമതലക്കാർ ഓഫീസർമാരുടെ അടുത്ത് പറയുകയുണ്ടായി, പാലത്തിന് വീതിയും നീളവും കൂട്ടണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടമൺ റെയിൽവേ സ്റ്റേഷൻ അണ്ടർപാസേജ് എന്നുള്ള നിലയ്ക്ക് ഈ ബ്രിഡ്ജ് ഇവിടെ വന്നത്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പണി തീർന്നിട്ട് 6 വർഷം തികയുന്നു. മനുഷ്യന് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ഇതിലെ കൂടെ ഈ കമ്പിയിലൂടെ തുരുമ്പിറങ്ങി വാഹനത്തിൽ പോകുന്ന വാഹനത്തിൻ്റെ പുറത്തോട്ട് പൊടിഞ്ഞു വീഴുകയും ജനങ്ങളുടെ തലേ വീഴുന്നൊരവസ്ഥയാണ്. ഇത് ഇതിൻ്റെ പ്രവർത്തനം പണികൾ നടക്കുന്ന സമയത്ത് തന്നെ ഇത് റെഡിമിക്സുമായിട്ട് വന്ന വണ്ടി റോഡിലൊക്കെ കിടക്കുന്ന സമയത്ത് അതിനൊരു ടൈമിംഗ് ഉണ്ട്. റെഡിമിക്സ് കോൺക്രീറ്റ് കുഴച്ചു വരുന്ന വണ്ടി ഈ ഇതിൻ്റെ കോൺക്രീറ്റ് നിർമ്മാണ സമയത്ത് ഇത് തട്ടുന്നതിനൊരു ടൈമുണ്ട്. അത് താമസിച്ച് വഴിയിലൊക്കെ വണ്ടി കിടന്ന സമയത്ത് ഞങ്ങൾ DRM അടക്കമുള്ളവരുടെ അടുത്ത് ഇത് ചൂണ്ടിക്കാട്ടിയിട്ടും അവർ ഇത് അന്ന് വെരിഫൈ ചെയ്യാൻ തയ്യാറായില്ല. അന്ന് മുതലേ ഇത് ഒരു കോൺട്രാക്ടറുടെ പണിയിൽ വളരെ വലിയ അപാകത കണ്ടെത്തിയത് ഈ പ്രദേശവാസിയായ ഞാൻ അടക്കമുള്ള ഇവിടുത്തെ പൊതുപ്രവർത്തകർ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അടിയന്തരമായി റെയിൽവേ ഉദ്യോഗസ്ഥർ ഈ അണ്ടർ പാസേജിൻ്റെ ചോർച്ച പരിഹരിച്ച് ഈ വലിയ അപകടം, ധാരാളം ട്രെയിനുകളാണ് ഇപ്പോൾ താമ്പരം, എഗ്മോർ, അതേപോലെ പാലരുവി, ഗുരുവായൂർ, അങ്ങനെ നിരവധി ട്രെയിനുകൾ പോകുന്ന ഈ പാതയിലെ ഈ കലങ്ങിൻ്റെ ചോർച്ച, ഈ അണ്ടർ പാസേജിൻ്റെ ചോർച്ച ഉടൻ തന്നെ അധികാരികൾ ഇത് കാണുകയും അധികാരികൾ ഇതിന് വ്യക്തമായ ഈ കോൺട്രാക്ടർക്കെതിരെ വളരെ വ്യക്തമായ നടപടി സ്വീകരിക്കുകയും ഇതിൻ്റെ പുനർനിർമ്മാണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതും ആലോചിച്ച് അടിയന്തരമായിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കരാറുകാരുടെ ഭാഗത്തു നിന്നും ഒരു പോരായ്മകൾ, വീഴ്ച വന്നിട്ടുണ്ട് എന്ന നിലയിലാണ് നമ്മളെ ഈ ചർച്ചയിൽ പ്രധാനമായും ഉരുത്തിരിഞ്ഞു വന്ന വസ്തുത. അതിന് ഉപോദ്ബലമായി വന്നിട്ടുള്ളത് ഈ കരാറുകാരൻ മുൻപ് റെയിൽവേയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായി ഇരുന്ന് വിരമിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന നടത്തുന്ന DRM ഉൾപ്പെടെയുള്ള പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ കഴിവുള്ള ഒരാളാണ് എന്ന നിലയിലുള്ള ഒരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലൊരു നിർമ്മാണ അപാകതയാണോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും അത്തരം നിർമ്മാണ പോരായ്മകൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചവരെല്ലാം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇവിടുന്ന് കിഴക്കോട്ടുള്ള എല്ലാ നിർമ്മാണങ്ങളും ഇത്തരത്തിൽ ഉള്ള നിരവധിയായ വിഷയങ്ങൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം പോയി പരിശോധിക്കാവുന്നതാണ്. അത്തരം ഈ റിട്ടയർഡായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അവർ അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവരുടെ ഉദ്യോഗസ്ഥരെ അടിമകളാക്കിക്കൊണ്ട് ഇവർ മുൻകാലത്ത് ഇരുന്നവരായതുകൊണ്ട് അവരെ പേടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇതിൻ്റെ റെയിൽവേയിൽ ഇപ്പോൾ നടന്നു വന്നത്. നമ്മൾ സാധാരണ ഒരു ബസ് പോകുന്ന പാലമല്ല. ഒരു ബസ്സിൽ 60ഓ 65ഓ യാത്രക്കാരാണുള്ളത്. ഈ ഒരു ട്രെയിനിൽ നൂറുകണക്കിന് ആൾക്കാരാണുള്ളത്, ആയിരക്കണക്കിന് ആൾക്കാരാണുള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഈ കരാറ് സംബന്ധിച്ച് പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥർ കുറച്ചും കൂടെ കാര്യക്ഷമമായി പരിശോധന നടത്തേണ്ടതായിരുന്നില്ലേ? കൃത്യമായിട്ടും കാര്യക്ഷമം പോയിട്ട് ഇതിനകത്ത് ഒരു കാരണവശാലും നടന്നിട്ടില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരം മുൻ ഉദ്യോഗസ്ഥന്മാരെ പേടിച്ചാണല്ലോ ഈ നിലവിലെ ഉദ്യോഗസ്ഥന്മാർ നിന്നിട്ടുള്ളത്. അതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇവിടെ പൈതൃക യാത്ര വരെ നടത്തിയാണ് ഇത് എത്രയും പെട്ടെന്ന് ഇത് കമ്മീഷൻ വരെ ചെയ്യിച്ചത്. എത്രയോ നാളുകൾ ഇത് ഇഴഞ്ഞു നീങ്ങി ഇതിൻ്റെ വർക്കുകൾ. ബ്രോഡ് ഗേജിലായതിനു ശേഷം വർക്കുകൾ ഇഴഞ്ഞു നീങ്ങി ഞങ്ങൾ ഇടമൺ മുതൽ ആര്യങ്കാവ്, നമ്മുടെ തമിഴ്നാട് കോട്ടവാസൽ വരെ ഞങ്ങൾ പൈതൃക യാത്ര വരെ നടത്തി ഞങ്ങൾ ഇവിടുത്തെ പൊതുപ്രവർത്തകർ. അന്നേരം അത്തരത്തിൽ സമരങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ പരിപാടികൾ, ഈ പണികൾ ഇവിടെ പൂർത്തിയാക്കാനും സാധിക്കുന്നത്. അല്ല, അതുപോലെ തന്നെ ഈ പാലം വരുന്നതിന് നിങ്ങൾ ഒരു ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ? തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തിയായിരുന്നു. പാലത്തിന്റെ വീതിയും നീളവും കൂട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ DRMന്റെ ഓഫീസിലേക്ക്
ഞങ്ങൾ ഓഫീസിൽ പോയി അവിടെ വ്യക്തമായ DRMനെ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലത്തിന് വീതിയും നീളവും കൂട്ടിയത് തന്നെ, വാഹനം പോകുന്ന സൗകര്യമാക്കിയത്. ഇതിപ്പോൾ നമുക്ക് ഈ ഇവിടെ വാഹനം പോകുന്ന നിലയ്ക്കുകയാണെങ്കിൽ ഈ പ്രദേശവാസമുള്ള ഇതിന് പുറകുവശമുള്ള 350 കുടുംബക്കാർ അവരെങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്? പിന്നീട് ഏതാണ്ട് 4-5 കിലോമീറ്ററോളം ചുറ്റി കറങ്ങി വേണം അവർക്ക് യാത്ര ചെയ്യാൻ. ഈ പാത അടിയന്തരമായിട്ട് വേണ്ടതാണ്. അടിയന്തരമായിട്ട് ഈ പാത നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിന്റെ ബലക്ഷയം പരിശോധിക്കണം ആദ്യമായിട്ട്. എന്നിട്ട് അടിയന്തരമായി എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ എല്ലാവരും ഇതിന്റെ വേണ്ടുന്ന ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം വന്ന് സന്ദർശിച്ചതിന് ശേഷം തീരുമാനിക്കുക. ഈ മധുര ഡിവിഷൻ ആരംഭിക്കുന്ന ഇടമൺ മുതൽ കിഴക്കോട്ട് ഉള്ള പാലങ്ങളുടെയൊക്കെ പരിശോധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടമൺ റെയിൽവേ സ്റ്റേഷന് കിഴക്ക് നിർമ്മിച്ചിട്ടുള്ള തൊട്ടുകിഴക്ക് നിർമ്മിച്ചിട്ടുള്ള അണ്ടർ പാസേജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പാലമുണ്ട്. മിനി പാലമാണ്. ആ പാലത്തിൻ്റെ അടിയിൽ കൂടി ആ പാലത്തിനപ്പുറത്തുള്ള 350-400ഓളം വീട്ടിലെ ആളുകൾക്ക് പോകാൻ വേണ്ടി നാട്ടുകാർ സമരം ചെയ്ത് നേടിയെടുത്ത ഒരു അണ്ടർ പാസേജ് എന്ന നിലയിലാണ് ആ പാലം ഇന്ന് നിലവിലുള്ളത്. ആ പാലത്തിലാണ് ഇപ്പോ ഗുരുതരമായ വീഴ്ചയിൽ അത് പൊളിഞ്ഞ് അവസ്ഥയിൽ ഉള്ളത്. ആ പൊളിഞ്ഞ് അവസ്ഥ എന്ന് പറയുമ്പോൾ ആ പാലം നിർമ്മിച്ചിട്ട് 7 വർഷമാകുന്ന ഈ പാലം ഇപ്പോൾ തുരുമ്പെടുത്ത് ഒലിക്കുന്ന അവസ്ഥയാണ്. ആ പാലത്തിന്റെ 4 സൈഡും തുരുമ്പെടുത്ത വെള്ളം സദാ ഇറ്റു വീഴുന്ന അവസ്ഥയുണ്ട്. കമ്പികളൊക്കെ തുരുമ്പെടുത്ത് പുറത്തായ അവസ്ഥയുണ്ട്. കോൺക്രീറ്റ് പാളികൾ അടർന്നു ഈ 5-6 വർഷമായപ്പോഴത്തേന് കോൺക്രീറ്റ് പാളികളെല്ലാം അടർന്നു വീഴുന്ന അവസ്ഥ തുടങ്ങിയ നിലയിൽ നിൽക്കുന്നു. ട്രെയിനുകളൊക്കെ പോകുമ്പോൾ ഈ പാലം അതീവ ഗുരുതരമായ അവസ്ഥയിൽ കുലുങ്ങുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഈ പാലം നാട്ടുകാർ ഭയാശങ്കയോടെ കാണുന്നു, വളരെ ഭീതിയോടെ കാണുന്നു. ഇപ്പോഴേ ഈ അവസ്ഥയാണെങ്കിൽ ഈ പാലത്തിന്റെ അവസ്ഥ ഇനി എന്തായിരിക്കും എന്നുള്ളത് ഈ റെയിൽവേയുടെ അധികൃതർ ശ്രദ്ധിക്കണം, അത് പരിശോധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിർദ്ദേശിക്കുവാനുള്ളത്, ഈ പാലം നിർമ്മാണം ആന്ധ്രയിലുള്ള ഏതോ ഒരു കോൺട്രാക്റ്റാണ് എടുത്തിരുന്നത് എന്നാണ് അറിയുന്നത്. എന്നാൽ ആ കോൺട്രാക്ടർ അല്ല നേരിട്ട് ഇതൊന്നും നടത്തുന്നത്. ഇത് ചില സബ് കോൺട്രാക്ടർമാരൊക്കെ എടുത്ത് അഴിമതിയുടെ പേരിൽ തോന്നിയതുപോലെ ഇഷ്ടം പോലെ യാതൊരു നിലവാരവും ഇല്ലാതെ പിന്നാണ് ഇത് നടത്തിയത്. ദാണ്ടെ മുകളിൽ കൂടെ പോകുമ്പോ ഈ പാലം കുലുങ്ങുന്നതായിട്ട് കാണാം നമുക്ക്. അപ്പം സബ് കോൺട്രാക്ടർമാർ അഴിമതിയിലൂടെ ഇത് വളരെ ലാഘവത്തോടെ കാശുണ്ടാക്കി കൊണ്ടുപോയ ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പാലത്തിന്റെ ഈ കോൺക്രീറ്റ് ഇടിഞ്ഞു പൊളിയുന്ന ഭാഗത്തെ കോൺക്രീറ്റ് ഭാഗം കട്ട് ചെയ്ത് കോഡ് ടെസ്റ്റ് നടത്തണം, ഇതിന്റെ ഉറപ്പ് പരിശോധിക്കണം. ഇതിലെ കൂടെ ട്രെയിൻ പോകുന്നത് ജനത്തിന് ആശങ്കയാണ്. അത് അടിയന്തരമായി പരിശോധിച്ച് ആവശ്യമായ നടപടി ഉണ്ടാകണം. ഈ റെയിൽവേ വന്നിട്ട് ഏതാണ്ട് 1904 ഇതിലെ ട്രെയിൻ ഓടാൻ തീരുമാനിച്ച് ട്രെയിൻ ഓടി തുടങ്ങിയതാണ്. 1904 മുമ്പ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ആ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലം ഇതിന് കിഴക്കോട്ട് ഏറ്റവും വലിയ 13 കണ്ണറ പാലം വരെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതൊന്നും പൊളിച്ചിട്ടില്ല. അപ്പൊ ബ്രിട്ടീഷുകാരന്റെ പാലം ഏതാണ്ട് 100-125 വർഷമായപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്നു. ഇവിടെ ഇന്ത്യൻ റെയിൽവേ ഇപ്പൊ നിർമ്മിച്ച 5 വർഷത്തിനകം നിർമ്മിച്ച പാലമെല്ലാം തകർന്ന് പൊളിഞ്ഞ് തുരുമ്പെടുത്ത് അവസ്ഥയിലേക്ക് വീഴാൻ പോകുന്ന അവസ്ഥയിലേക്ക് നിൽക്കുന്നു. അപ്പോൾ അതിന്റെ അഴിമതി എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. ഇത് അടിയന്തരമായി അതിന്റെ ഉദ്യോഗസ്ഥർ വന്ന് ഇത് ടെസ്റ്റ് നടത്തി ഇതിനുറപ്പ് വരുത്തണം. നാട്ടുകാർ ആശങ്കയിൽ പോകുന്ന ഈ വലിയ അപകടകാരിയായ ഈ പാലത്തെ കൂടെ പോകുന്ന ടണ്ണ് കണക്കിന് മനുഷ്യജീവനുകളാണ് ട്രെയിനകത്ത് പോകുന്നത്. ടണ്ണ് കണക്കിന് മനുഷ്യജീവനുകളാണ്. ആ മനുഷ്യജീവന് ഉറപ്പ് വരുത്തുന്നതിനും സംരക്ഷണം നൽകുന്നതിനും ഈ പാലത്തിന്റെ അവസ്ഥ ഇന്ന് അടിയന്തരമായി അധികൃതർ ബന്ധപ്പെട്ട് പരിശോധിക്കണം എന്നാണ് പറയാനുള്ളത്. പ്രദേശവാസികളുടെ ആശങ്കകൾ അടിയന്തരമായി പരിഹരിക്കേണ്ട ആവശ്യകത അത്യാവശ്യമാണ്. ഈ പാലത്തിന്റെ സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ സമീപഭാവിയിൽ എന്തായിത്തീരും? ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 8 വർഷം മുമ്പ് പൂർത്തീകരിച്ചതായ ഈ പാലം
വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇടമൺ പ്രദേശത്തുള്ള ഇടമൺ റെയിൽവേ സ്റ്റേഷന്റെ വികസനം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ നാട്ടുകാരനാണ്, ഈ ജനിച്ചു വളർന്ന ആളാണ്. ഏതാണ്ട് 400-ൽ പരം വീടുകൾ ഈ പാലത്തിന്റെ വലതുവശത്ത് താമസിക്കും. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഇവിടെ ഒരു പാലമൊക്കെ അനുവദിക്കുമെന്നാണ്. അനുവദിച്ചില്ല. ഇത് തന്നെ ഒരു ചെറിയ പാലം, ഒരു വാഹനത്തിന് കഷ്ടിച്ച് കടന്നു പോകാവുന്ന ഒരു പാലമാണ്. ഇതിൽ നിന്ന് എല്ലാ സമയത്തും ഞങ്ങൾ വാഹനത്തിൽ പോകുമ്പോൾ വെള്ളം വീഴുന്ന കാണാം. പക്ഷെ ഒരു മെനഞ്ഞാന്ന് ചെയ്ത ഒരു ചാറ്റ മഴയ്ക്ക് തുള്ളിക്കൊരുകുടം പേമാരി എന്ന് പറഞ്ഞ പോലെയാണ് വെള്ളം വീഴുന്നത്. തുരുമ്പ് വെള്ളമാണ്. അപ്പോഴാണ് ഇതിനെപ്പറ്റി ശ്രദ്ധിക്കാനായിട്ട് ഇട നൽകുന്നത്. റെയിൽവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണം. ഇവിടെ പല ആളുകൾ സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്വമില്ലാത്ത കോൺട്രാക്ടറും അതുപോലെ തന്നെ കൃത്യമായ ചെക്കിങ്ങും പരിശോധനകളും ഇല്ലാതെയുള്ള കോൺക്രീറ്റ് വർക്കുകളും ഒക്കെ നടത്തി ഇത് ആർക്കാനും വേണ്ടി ഈ നാട്ടിലെ ഒരു മോശമായ ഒരു പ്രവർത്തനമാണ് റെയിൽവേ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിന് പോലും അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് പോലും മാനക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള വളരെ മോശമായ സാധാരണ ഇന്ത്യൻ റെയിൽവേയുടെ നിർമ്മാണത്തിൽ ഇത്തരം പാകപ്പോൾ വളരെ ശക്തമായ പരിശോധനയൊക്കെ നടക്കാറുണ്ടല്ലോ. ഈ ഒരു മേഖലയിൽ മാത്രം അത്തരത്തിലൊരു പരിശോധനകൾ ഉണ്ടായിട്ട് കാണുന്നില്ല. ഈ മേഖലയിൽ മുൻപ് പല ആളുകൾ സൂചിപ്പിച്ചതുപോലെ ഇത് റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ കോൺട്രാക്ട് എടുത്തത്. അദ്ദേഹത്തിന്റെ കീഴിൽ പണിഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിൽ റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആളില്ലാത്ത തരം ഈ പ്രവൃത്തി എന്തോ രീതിയായി തീരുകയാണ്. ഈ നാട്ടിലെ പ്രദേശവാസികളാണ് ഇതുമൂലമുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അടിയന്തരമായി ഇന്ത്യൻ റെയിൽവേ വിഷയത്തിൽ ഇടപെടുകയും ഈ പാലയം പുതുക്കി പണിയുന്നതിനോ അല്ലെങ്കിൽ ഇത് ബലപ്പെടുത്തുന്നതിനോ ഇതിന്റെ യഥാർത്ഥ സത്യസ്ഥിതി എന്തെന്ന് മനസ്സിലാക്കുന്നതിനോ അടിയന്തരമായ ശ്രദ്ധ പതിക്കേണ്ടത് ആവശ്യമാണ്. പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ ഇടമൺ റെയിൽവേ സ്റ്റേഷനിലെ UT അണ്ടർ ടണലിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചത്. അത് നമ്മളിവിടെ എത്തി പരിശോധിച്ചപ്പോൾ ആ ആശങ്കകൾ കഴമ്പുള്ളതാണെന്ന് കാട്ടിത്തരുന്ന ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടു. ഈ പ്രദേശവാസികൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ രാഷ്ട്രീയം മറന്ന് ഈ നാടിൻ്റെ വികസനത്തിൽ ഇനി വരാൻ പോകാൻ സാധ്യതയുള്ള ഒരു അപകടം ഒഴിവാക്കുന്നതിനായി ഒറ്റക്കെട്ടായി ഒരു കഠിന പരിശ്രമമാണ്. ഇവർ അധികൃതരുടെ ശ്രദ്ധയിലെത്താൻ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് MP-യുടെ പ്രതിനിധിയായിട്ടുള്ളത് നാസർ ഖാനാണ്. നമുക്ക് അടിയന്തരമായിട്ട് ഇത് MP-യുടെ ശ്രദ്ധയിൽപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? തീർച്ചയായും MP-യുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമല്ല, MP മുഖാന്തരമായി ഇത് റെയിൽവേ മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. മറ്റൊരു കാര്യം, ഇത് വിദേശ ടൂറിസ്റ്റുകളെ അടക്കം ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള വിസ്റ്റാഡോം കോച്ച് എന്ന് പറയുന്ന ഒരു സാധനം 1-2 കോച്ച് ഈ വലിയ വാഹനങ്ങളിൽ ഘടിപ്പിച്ച്, അതായത് ചെന്നൈ കൊല്ലം വാഹനങ്ങളിൽ ഘടിപ്പിച്ച് വരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏകദേശം പൂർത്തിയായി വരികയാണ്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അപകടം പതിയിരിക്കുന്ന ഒരു പാലം ശ്രദ്ധയിൽപ്പെട്ടത് എന്നുള്ളത്. 100% MP അത് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഈ ആശങ്ക പരിഹരിക്കുന്നതിനും ഇത് പരിശോധിക്കുന്നതിനും ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളെ ഇവിടെ വരുത്തി പരിശോധിച്ച് ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനും വേണ്ടത് ചെയ്യും. അത് വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ പുനലൂരിൻ്റെ MLA PS സുബാൽ ഈ സ്ഥലം സന്ദർശിക്കണം. MP NK പ്രേമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ് MP, 2 MP-മാരാണ് നമുക്കുള്ളത്. ഇവർ ഈ സ്ഥലം സന്ദർശിക്കണം. ഇത് ജനശ്രദ്ധ ആകർഷിക്കുന്ന നിലയിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി ഈ പ്രശ്നം പരിഹരിക്കണം. വേണ്ടത് ക്രിയാത്മകമായി ചെയ്യണം എന്നാണ് ന്യൂസ് 18 ഞാൻ പറയുവാനുള്ളത്. ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.